പതുക്കെ. അയ്യോ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഫിറ്റൊന്നും അല്ല. അയ്യോ ഫിറ്റാണോ? നീ അകത്തേക്ക് വന്നേ, അടുത്തുള്ള ഫ്ലാറ്റുകാരൊക്കെ അറിയും. പൂജ, your program was excellent. Thank you. എടാ ജീക്കെ, നീ ഭാഗ്യവാനടാ. ഇതുപോലൊരു കലാകാരിയെ കൂട്ടുകാരിയെ കിട്ടി നിന്നോട് എനിക്ക് അസൂയ തോന്നടാ. ഈ കൂട്ടുകാരിനെ അത്ര ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നീ അങ്ങ് എടുത്തോടാ. അതൊന്നും വേണ്ട, എന്റെ കൂട്ടുകാരി ഇന്ദുവാണ്. എന്റെ ഇന്ദുലേഖ, പൂർണ്ണതുപോലെ സുന്ദരിയായ എന്റെ ഇന്ദുലേഖ. പൂജ അവളെ കണ്ടിട്ടുണ്ടോ? അത് കൊള്ളാം, ഞാനല്ലേ സുന്ദരി മുട്ടിച്ചു തന്നെ. സത്യത്തിൽ എനിക്കിപ്പോ ഈ കല്യാണത്തെ കുറിച്ച് ഓർക്കുമ്പോ ഉള്ളിലൊരു ഭയമാ. ഈ ഫസ്റ്റ് നൈറ്റൊക്കെ ഞാൻ എങ്ങനെ ആഘോഷിക്കൂടാ? പ്രായം ഇത്ര ആയെങ്കിലും ഈ കാര്യത്തിലേക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ പൂജയുടെ വുഡ്ബി ഉണ്ടല്ലോ, ഇവൻ ഈ ജീക്കെ, അവൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ക്യാമറയാ. അറിയായിരിക്കുമല്ലോ. പൂജ ഇങ്ങോട്ട് വന്നേ, വരൂ, ഇരിക്കൂ. മനോഹരമായൊരു ഗാനം ആലപിക്കൂ. അതായത് वो शाम कुछ अजीब थी, ये शाम भी अजीब है, वो कल भी पास पास थी, वो में कहीं मेरा പോകല്ലേ, ഇവിടെ വാ, വാങ്ങേ. ഈ പാട്ട് കേട്ടിട്ട് പോയാ മതി. എലി പുന്നല് കണ്ടതുപോലെ ഇരിക്കാതെ എടുത്ത് കഴിക്കേ. ഇനി ഞാനൊരു സ്കോച്ച് മേടിച്ചു തന്നില്ല എന്നുള്ള പരാതി വേണ്ട. കാക്ക മലന്ന് ഉറക്കുമല്ലോ മിസ്റ്റർ ജിക്ക്. ഏതായാലും ഇപ്പോഴെങ്കിലും ഇത് ചെയ്തത് നന്നായി. അല്ലെങ്കിൽ തനിക്കെന്റെ മോളെ കെട്ടിച്ചേർന്നോന്ന് ഞാൻ ഒരിക്കൽ കൂടി ആലോചിച്ചേനെ. ആലോചിച്ചോ, പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു കോടീശ്വരനായി കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. നീ എന്ത് കോടി ഈശ്വരനാണെങ്കിലും കൊള്ളാം, എന്റെ മോളെ നല്ലോണം നോക്കണം. പണം വരും പോവും, പക്ഷെ ജീവിതമാണ് വലുത്. അങ്കിളിന് അവിടെ തെറ്റി. പണം തന്നെയാണ് വലുത്. പണം ഉണ്ടെങ്കിൽ ഏത് സ്വർഗത്തിലും ജീവിക്കാം, ഏത് ദേവസുന്ദരിമാരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, ദിവസം ബ്ലൂ ലേബിൾ വേണമെങ്കിൽ അടിക്കാം. പോലീസിനെയും ഭരണാധികാരികളെയും കൊണ്ട് ചെരുപ്പ് തുടപ്പിക്കാം. ലോകത്തുള്ള ഏത് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റും സംഘടിപ്പിക്കാം. അതെ, ഇന്ത്യൻ പ്രസിഡന്റ് അവാർഡ് വേണോ, അതും മേടിക്കാം. നീ ചുമ്മാ മാന്യന്മാരെ അവമാനിക്കരുത് കേട്ടോ. എന്ത് മാന്യത? പണം ഉണ്ടെങ്കിൽ എത്ര കിലോ മാന്യത വേണം? തെരുവിൽ വ്യഭിചരിച്ച് നടക്കുന്നവളായിക്കോട്ടെ, കോടിക്കണക്കിന് കാശുണ്ടെങ്കിലേ കോടാനുകോടികൾ അവളെ ആരാധിക്കും, വേണമെങ്കിൽ പിടിച്ച് ദൈവമാക്കും. ഭയങ്കര വിപ്ലവമാണല്ലോ. 3-6 മുഴുവൻ JCB കൊണ്ട് ഇടിച്ചു തരുതിയ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിപ്ലവത്തെക്കാളും വലിയ വിപ്ലവം. ഇത് വിപ്ലവമൊന്നുമല്ല, ഐഡിയോളജി. നഷ്ടപ്പെട്ട മാനവും സംസ്കാരവും പദവിയെല്ലാം പണത്തിന് പിന്നാലെ 10 മടങ്ങായി തിരിച്ചു വരുമെന്ന GK സിദ്ധാന്തം. നിന്നെ അങ്ങനെ ഞാൻ വിടത്തില്ല. ഇതിന് സമാധാനം പറഞ്ഞേ മതിയാകും. എടി നീ വിടാൻ, ഇത് ആരെങ്കിലും കണ്ടുകൊണ്ടു നാണക്കേടാ. ഓ, അല്ലെങ്കിൽ നാണമുള്ള ഒരാള്. നിനക്ക് നാണമില്ല, മാനമില്ല. ഉണ്ടെങ്കിൽ സ്വന്തം പെണ്ണിനെ വേറൊരുത്തന്റെ മുറിയിലാക്കി ലോക്ക് ചെയ്യുവോ? ഇല്ലാ വചനം പറയരുത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടും കൂടിയില്ല. 2 സ്മോൾ അടിച്ചതിന്റെ പുറത്ത് ഞാൻ ആ ഡോർ വലിച്ചടച്ചിട്ട് പോയിന്നല്ലോ. അല്ലാതെ എന്റെ പൂജ എനിക്കറിയാലോ. പിന്നെ ഹരീന്ദ്രൻ, അവൻ പക്ക മാന്യനാന്ന് എനിക്ക് നിനക്കറിയാലോ. അതുകൊണ്ട് അതല്ലടാ, നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? കാശുണ്ടാക്ക. ഈ കാശുണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് നിനക്കും. നിന്റെ അച്ഛന് അടുത്ത ആഴ്ച കോടതി കെട്ടിവെക്കാൻ 5 ലക്ഷം രൂപ കൊടുക്കണ്ടേ? അതൊന്നും കൊടുത്തില്ലേ കൊടുക്കണ്ട. പക്ഷേ ഇത്തരം നാണംകെട്ട പരിപാടി ഇനി നീ കാണിച്ചോണ്ടല്ലോ. ഇത്തരം പല പല നാണക്കേടുകളിൽ നിന്നാണ് വലിയ വലിയ അഭിമാനങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് GK സിദ്ധാന്തം. നിന്റെ വൃത്തിയുടെ സിദ്ധാന്തത്തിനൊന്നും എന്നെ കിട്ടില്ല. വേണങ്ങല്ലേ മോളെ. എനിക്ക് നിനക്കും കോടീശ്വരന്മാരായിട്ട് ജീവിക്കണം. അതെന്റെ സ്വപ്ന. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ എന്റെ ലക്ഷ്യം സാധിച്ചിരിക്കും. നീ ആ ഹരിയെ കൊണ്ട് ആ പേപ്പർ ഒന്നും പിടിക്കേ. പോകരുത്. എനിക്ക് അങ്ങനെ കാണുന്ന തന്നെ ചമ്മല. ഒരു ചമ്മലും വേണ്ട. അവൻ ആ ഇന്ദുവിന്റെ ഫോട്ടോയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നല്ല മൂഡില. മോളൊന്ന് ചെല്ല.
ചിന്താവിഷ്ണ ചെയ്യുവരെ ഇതൊരു അടി അടിടാ. എനിക്ക് വേണ്ട. ഒരെണ്ണം എടുത്ത അടിസകാവേ. റഷ്യയിലെ കൊടുന്തണുപ്പിൽ മഹാനായ ലെനിനും സ്റ്റാലിനും 2 എണ്ണം അടിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്ര സത്യം. നമ്മളിപ്പോ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി 2 എണ്ണം വീശുന്നു. ഒരു കുഴപ്പമില്ല. കാലത്തിന്റെ മാറ്റം അനുസരിച്ച് കമ്മ്യൂണിസത്തിന് മാറ്റം വരണം. ആരികടാ വിപ്ലവം കത്തി തുടങ്ങി. ഒരു കാമുകന്റെ ഗതികേടെ. അവളോട് പോകാൻ പ്രസകാവേ. കേട്ടിടത്തോളം മുതലാളിത്തത്തിന്റെ വക്താവാണ് ആ പെൺകൊച്ചി. വിപ്ലവ കാമുകന്റെ ഇരിപ്പ് കണ്ടില്ലേ? അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. എനിക്ക് വയ്യ. എന്നെയും ഒരു പെൺകുട്ടി പ്രേമിച്ചിരുന്നു. നിന്നെ? എന്റെ പ്രേമവല്ലി വർഷങ്ങളോളം നീണ്ടുനിന്ന ദിവ്യാനുരാഗത്തിന്റെ ഒടുവിൽ അവൾ സുന്ദരനും സുശീലനും സൽസ്വഭാവിയുമായ ഒരു സുമാരന്റെ കൂടെ ഇറങ്ങി ഓടി. ഇവിടെയോ ഇവനോ ഒരു പരമ കഞ്ഞി, ആ ഹരീന്ദ്രനോ കോടീശ്വരൻ. ഇവനാ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു കാടൻ. അവനാ എന്നെ പോലൊരു സുന്ദരൻ. എന്നിട്ടും എന്നെ അടിച്ചോണ്ട് പോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഇവനെ നിത്യവും വിളിച്ചിരുന്നു. അപ്പൊ ഇവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈഗോ വർക്ക് ചെയ്ത് അവളാം പിള്ളേരും കൂടെ പോയി. മഹാനായ വിപ്ലവകാരി. എന്നിട്ട് ഇപ്പൊ മേപ്പോട്ട് നോക്കി മോങ്ങുന്നു. മോങ്ങാനോ? ഞാനോ? എന്റെ പട്ടി മോങ്ങും. അവളെത്ര നീചയായ ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. കോടല വായക്കൊള്ള വർത്താൻ പാടാ. എടാ, കമ്മ്യൂണിസത്തിന്റെ ഒരു സിദ്ധാന്തങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ 10 കാശ് കിട്ടിയാൽ കൈക്കുവന്ന് ജനങ്ങളെ സേവിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പൊ പറയോ? അത് ശരി ആശാൻ പറഞ്ഞത്. ആരോട് വേണേ കാശ് ചോദിക്കാം, ഏത് കൊള്ളക്കാരോട് വേണേ മേടിക്കാം, പക്ഷെ സ്നേഹത്തോടു കൂടി ആയിരിക്കണമെന്ന് മാത്രം. എടാ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശുദാസ് പറഞ്ഞിട്ടില്ലേ? ഏത് സിനിമ പാട്ടില്? എന്റെ പത്രം വായിച്ചിട്ട് എനിക്ക് സമ്മാനം തരാൻ വരുന്ന ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല, പത്രസമ്മേളനത്തിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ വാഴയില മാത്രം ഓടി രക്ഷപ്പെടണ്ട. അടി കിട്ടുകയാണെങ്കിൽ എന്നത്തെ പോലെ നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം. വരില്ല, അവൻ വരില്ല. ഇത്രയൊക്കെ സംഭവിച്ചില്ലേ കഴിഞ്ഞ 2 ദിവസമായിട്ട്? എന്നിട്ട് അവൻ നിന്നെ ഒന്ന് വിളിച്ചോ? അത് ചിലപ്പോ വിളിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇന്ദു, നീ അതങ്ങ് വിട്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ, നീ വെറുതെ ആവശ്യമില്ലാതെ. ആഹാ, നിങ്ങളോട് സ്വകാര്യം പറഞ്ഞിരിക്കുകയാണോ? വാ, മുഹൂർത്താവാറായി. ഇന്ദു മോളെ, തൊട്ട് പോരുത്. നീ പോകൂടി ഇവന്റെ കൂടെ. പോകും, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ പോകും. മോളെ, രാജ വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്.